KCL കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കിരീടം. കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തോൽപ്പിച്ചു. കൊച്ചിയുടെ KCL ആദ്യ കിരീടം. വിവരങ്ങളുമായി കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നിന്ന് അർജുൻ രാജും അഞ്ജു ജയപ്രകാശും ചേരുന്നുണ്ട്. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, നിലവിലെ ചാമ്പ്യന്മാരെ മലർത്തിയടിച്ച് കൊച്ചി കിരീടം നേടിയിരിക്കുകയാണ്. ബാറ്റിംഗിലും ബൌളിംഗിലും ടൂർണമെന്റിൽ ഉടനീളം തുടർന്ന ഫോം ഫൈനലിലും ആവർത്തിക്കുകയായിരുന്നില്ലേ കൊച്ചി? അഖില, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ടൂർണമെന്റിലുടനീളം കൊച്ചി കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രകടനം അത് ഫൈനലിലും അതുപോലെ തുടർന്നുവെന്നുള്ളതാണ് അവരുടെ കിരീടത്തിന്റെ അടിസ്ഥാനം. ആദ്യമായി ഇതാ രണ്ടാം KCL അതിലെ ആദ്യ കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ സ്വന്തം കൊച്ചി കന്നി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. കൊല്ലം നിലവിലെ ചാമ്പ്യന്മാരായിരുന്നു, അവരെ തോൽപ്പിച്ചാണ് ആധികാരികമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത്. 181 റൺസായിരുന്നു കൊല്ലത്തിന് മുൻപിൽ കൊച്ചി മുന്നോട്ട് വെച്ചത്. ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചുവരവോ അല്ലെങ്കിൽ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു പ്രകടനമോ കൊല്ലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സമഗ്രാധിപത്യം കളിയിലുടനീളം പുലർത്താൻ കൊച്ചിക്ക് കഴിഞ്ഞു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരു സമഗ്രാധിപത്യം കൊല്ലത്തിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കാര്യവട്ടത്ത് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സച്ചിൻ ബേബിയാണ് 17 റൺസ് എടുത്തത്. അതിനു പുറമെ വിജയ് വിശ്വനാഥ് 23 റൺസ് എടുത്തു. ഇങ്ങനെ രണ്ടുപേരുടെ ബാറ്റിംഗ് പ്രകടനം ഒഴിച്ചു കഴിഞ്ഞാൽ 181 റൺസ് എന്ന താരതമ്യേന വലിയ സ്കോറിലേക്ക് ഒരു പിന്തുണ നൽകുന്ന പ്രകടനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ബൗളിംഗ് നിരയിൽ പ്രതീക്ഷയ്ക്കൊത്തു ഉയരുന്ന പ്രകടനമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവരിൽ ജെറിൻ PS 3 വിക്കറ്റ് എടുത്ത് നിർണായകമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജെറിൻ PSന്റെ വിക്കറ്റ് നേട്ടത്തിൽ വിഷ്ണു വിനോദിന്റെ ഉൾപ്പെടെയുള്ള വിക്കറ്റ് നേട്ടം ഉണ്ടായിരുന്നു. ഷർഫുദ്ദീന്റെയും വിക്കറ്റുകൾ നേടി. അങ്ങനെ നിർണായകമായിട്ടുള്ള വിക്കറ്റുകൾ നേടിക്കൊണ്ട് ജെറിൻ PS നിർണായകമായി ബൗളിംഗ് നിരയിൽ നിർണായകമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. KM ആസിഫ് 2 വിക്കറ്റ് വീഴ്ത്തി. നായകൻ സാലി സാംസന്റെ പ്രകടനം കൂടി എടുത്തു പറയണം. മികച്ച 2 ക്യാച്ച് ഉൾപ്പെടെ ഒരു ഡൈവിംഗ് ക്യാച്ച് ഉൾപ്പെടെ 2 വിക്കറ്റ് ഉൾപ്പെടെ ഇന്നിംഗ്സിലുടൻ ഈ മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന്റെ സഹോദരനായിട്ടുള്ള സാലി സാംസണും കഴിഞ്ഞു. സഞ്ജുവിന്റെ അഭാവത്തിലാണ് ഇന്ന് കൊച്ചി കളിക്കാൻ ഇറങ്ങിയതെങ്കിലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അഭാവം പുറത്തേക്ക് കാണിക്കാത്ത തരത്തിൽ ഇന്നിംഗ്സ് പൂർത്തിയാക്കാൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ബാറ്റിംഗ് നിരയ്ക്കും കഴിഞ്ഞിരുന്നു. ബാറ്റിംഗിൽ ഓപ്പണർമാർ ഉൾപ്പെടെ ബിബുൽ തുടക്കത്തിൽ റൺസ് എടുക്കാതെ പുറത്തായെങ്കിലും വിനു മനോഹരൻ 70 റൺസ് എടുത്ത് മികച്ച തുടക്കം കൊച്ചിക്ക് നൽകി. അതിനുശേഷം വാലറ്റത്ത് ആൽഫി ഫ്രാൻസിസും ഒപ്പം ആൽഫി ഫ്രാൻസിസ് 47 റൺസ് എടുത്ത് ആ സ്കോർ ഒരു 170 മുകളിലേക്ക് ഉയർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ബൗളിംഗ് നിരയിലും അതിന് സമാനമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ കൊച്ചി ആദ്യമായി കന്നി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. വലിയ ആവേശമാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. അതൊന്നും കൊച്ചിയുടെ പ്രകടനത്തെ ബാധിച്ചില്ല അല്ലേ? ഒരിക്കലുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ആത്മവിശ്വാസവും അതൊരു ധൈര്യവുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഉണ്ടായിരുന്നുവെന്ന് പറയേണ്ടി വരും. അത്രയും മികച്ച പ്രകടനം ഇതുവരെ ഉള്ള കളിക്കാരിൽ ഏറ്റവും കൂടുതൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി ബാറ്റിംഗ് സ്കോർ ചെയ്തത് സഞ്ജു ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം സഞ്ജു ഇത്രയും കളി കളിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് അവർ കളിക്കാൻ ഇറങ്ങിയതും. പക്ഷേ സഞ്ജു ഇല്ല എന്ന അഭാവം ഏതെങ്കിലും തരത്തിൽ കളിക്കളത്തിൽ ഉണ്ടായില്ല. അത്രയും ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് കളിക്കാൻ കഴിഞ്ഞു. മികച്ചൊരു തുടക്കം അവർക്ക് ലഭിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു 4 വിക്കറ്റ് പെട്ടെന്ന് പോയെങ്കിലും അതിനുശേഷം വാലറ്റത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവസാനത്തിൽ 1-2 കളിക്കാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും സ്കോർ 180 താരതമ്യേന വലിയൊരു സ്കോറാണ് ചേസ് ചെയ്ത് നേടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ടോസ് നഷ്ടപ്പെട്ടാണ് കൊച്ചി ബാറ്റിംഗ് ഇറങ്ങിയതും. എന്നിട്ടും അങ്ങനെ ഒരു വലിയ സ്കോർ നേടാൻ കൊച്ചിക്ക് കഴിഞ്ഞു. അതിനൊത്ത പ്രകടനം, അതായത് കൊല്ലത്തിന്റെ ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. സച്ചിൻ ബേബി ഉൾപ്പെടെയുള്ള മികച്ച താരങ്ങൾ, വിഷ്ണു വിനോദിനെ പോലുള്ള മികച്ച താരങ്ങൾ ഉള്ള ടീമാണ് കൊല്ലം. പക്ഷേ കഴിഞ്ഞ ഫൈനൽ നമുക്കറിയാം, ഒരു സെഞ്ചുറി നേടിക്കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെയും വിജയിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുള്ള ടീമായിരുന്നു കൊല്ലം. പക്ഷേ ഇത്തവണ അങ്ങനെ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മികച്ച പ്രകടനം കൊച്ചിയുടെ ബൗളിംഗ് നിരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സ്പിന്നർമാരും KM ആസിഫും ഉൾപ്പെടെയുള്ള എല്ലാ ബൗളർമാരും ആ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നു. ഒപ്പം തന്നെ നായകൻ സാലി സാംസന്റെ പ്രകടനം എടുത്തു പറയണം. 2 വിക്കറ്റ്
വിക്കറ്റ് സാലി നേടി. ആസിഫ് 2 വിക്കറ്റ് എടുത്തു. ജെറിൻ 3 വിക്കറ്റ്. ജെറിന്റെ പ്രകടനം എടുത്തു പറയുന്ന സ്പിന്നറാണ്. അദ്ദേഹമാണ് അതിൽ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വിക്കറ്റുകളൊക്കെ നേടിക്കൊണ്ട് ഒരു മികച്ച വിജയം കൊച്ചിക്ക് സമ്മാനിച്ചത്. ആധികാരികമായിട്ടാണ് കൊച്ചി ഇത്തവണ കന്നി കിരീടത്തിൽ മുത്തമിട്ടതെന്ന് പറയേണ്ടി വരും. കൊല്ലത്തിന് ഇതുവരെയുള്ള പ്രകടനം എന്ന് പറയുന്നത് ഒരു ചെന്നൈ സൂപ്പർ കിങ്സിനോടൊക്കെ നമുക്ക് ഉപമിക്കാവുന്നതാണ്. കാരണം ശരാശരി പ്രകടനം കാഴ്ചവെക്കുകയും അവസാന ഘട്ടത്തിൽ സെമിയിലും ഫൈനലിലും ഒക്കെ വലിയ രീതിയിൽ വിജയിക്കുകയും ഒരു സമഗ്രാധിപത്യം എന്തായാലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം അണിഞ്ഞിരിക്കുകയാണ്. കൊല്ലം സെയിലേഴ്സിന് 75 റൺസിന് തോൽപ്പിച്ചാണ് അവരുടെ നേട്ടം. 5 കൂടി ഉണ്ട് അവിടുന്ന്. 5 ഈ കാണികളുടെയും ആരാധകരുടെയും ഒക്കെ പ്രതികരണം എങ്ങനെയാണ്? ഇതിപ്പോൾ KCL-ലെ തന്നെ ആദ്യ കിരീടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കുറവ് ഇല്ലായിരുന്നു, കുഴപ്പമില്ല, നല്ലോണം കളിച്ചു. അതായത് ആരാധകരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കളി? അടിപൊളിയായിരുന്നു, അടിപൊളി. അതായത് കൊച്ചി കപ്പ് എടുത്തിരിക്കുകയാണ് കൊല്ലത്തിന്റെ കയ്യിൽ നിന്ന്. കൊള്ളാം, നല്ലതാണ്. ചോദിക്കുന്നവരൊക്കെ പൊളി കളി എന്ന് മാത്രമാണ് മറുപടി പറയാനുള്ളത്. ആളുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. സഞ്ജുവിന്റെ അഭാവം ഒന്നും ഏറ്റില്ല. ഇല്ല. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നു. അടിപൊളിയല്ലായിരുന്ന? കൊച്ചി തൂക്കിയില്ലേ? കൊച്ചി സൂപ്പർ, പൊളിച്ചു. മോനെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? ഓക്കെ, എങ്ങനെ? നല്ല കളിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടീം തോറ്റുപോയി. സാരമില്ല, എന്തായാലും നമ്മൾ രണ്ടാമത്തെ വർഷമാണ് ഫൈനലിൽ വരുന്നത്. നല്ല കളിയായിരുന്നു. പക്ഷേ ഇന്നത്തെ നിർഭാഗ്യവശാൽ നമുക്ക് തോക്കണ്ടി വന്നു. പൊരുതി തോറ്റു. നിരവധി ആരാധകരാണ് സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കൊച്ചിക്കും കൊല്ലത്തിനുമൊക്കെ തുല്യ വിജയം പ്രഡിക്റ്റ് ചെയ്ത് പോയ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അവസാന ഘട്ടത്തിൽ കൊച്ചി തൂക്കി ഇത്തവണത്തെ കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ? നല്ലായിരുന്നു. സഞ്ജു ഇല്ലാത്ത അത് ഉണ്ടല്ലോ എന്തായാലും. നന്നായിട്ട് കളിച്ചു. സഞ്ജു ഇല്ലാത്തതിൻ്റെ ബലക്കുറവൊന്നും ടീമിനെ ബാധിച്ചതേയില്ല. നന്നായിട്ട് തന്നെ കളിച്ചു. കളി നല്ല സൂപ്പറായിരുന്നു. കൊച്ചി തൂക്കി, അടിപൊളി. സഞ്ജുവിന്റെ കുറവുണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതില്ലാത്തത് മാറ്റി നിർത്തിയാൽ കൊച്ചിയുടെ ടീം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അടിപൊളി. ശരി. അഞ്ജു ജയപ്രകാശും അർജുനുമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.